ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട ഏവർക്കും യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 22 മുതൽ 35 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താവായ യേശുനാഥനെ മാതാപിതാക്കൾ ദേവാലയത്തിൽ സമർപ്പിക്കുന്നു. 4 തലങ്ങളിൽ ഈ ധ്യാനത്തെ നമുക്ക് ക്രമപ്പെടുത്താം. 1. യഹൂദ നിയമത്തിനും വ്യവസ്ഥയ്ക്കും സംസ്കാരത്തിനും പാരമ്പര്യത്തിനും സർവോപരി പിതാവായ ദൈവത്തോടുള്ള ബന്ധത്തിലും ആഴപ്പെട്ട് ജീവിക്കുന്ന യൗസേപ്പിൻ്റെയും മാതാവിൻ്റെയും മകനെന്ന നിലയിൽ കർത്താവായ യേശുനാഥൻ വളർന്നു. അതിനാൽ തന്നെ കർത്താവിനെ 40-ാം നാൾ ദേവാലയത്തിൽ സമർപ്പിക്കുവാൻ മാതാപിതാക്കന്മാർ കൊണ്ടുപോകുന്നു. 2. നൽകലിൻ്റെ വേദന. പല തലങ്ങളിലാണ് യേശുനാഥൻ്റെ ഈ നൽകൽ സുവിശേഷം നമ്മോട് പറഞ്ഞു തരുന്നത്. 1. ദൈവം തൻ്റെ പുത്രനെ ഭൂമിക്ക് നൽകി. 2. ദൈവകുമാരനെ 40-ാം നാൾ ദേവാലയത്തിൽ സമർപ്പിക്കുന്നു. 3. ശിമയോൻ ശിശുവിനെ കൈകളിലെടുത്തു. 4. ശിശു അനേകരുടെ വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും എന്ന പ്രവചനം. 5. മാതാവിന് ശിശുവിനെ തിരികെ നൽകി ശിമയോൻ പറഞ്ഞു, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ച് കയറുകയും ചെയ്യും എന്ന്. യേശുനാഥനെ നൽകുന്ന ഇടങ്ങളിലൊക്കെയും വേദനയുടെ ഒരു കർത്തൃ അനുഭവം ദൈവം കരുതി വച്ചിട്ടുണ്ട് എന്ന സത്യമാണ് നാം കാണുന്നത്. 3. മടുക്കാത്ത പ്രാർത്ഥനാ ജീവിതം. കർത്താവിനെ ദർശിക്കും എന്ന ദൈവ വാഗ്ദാനത്തിനായി അഥവാ വാഗ്ദാന പൂർത്തീകരണത്തിനായി കാത്തിരുന്ന ശിമയോൻ വാർദ്ധക്യത്തിൽ എത്തി. എങ്കിലും അവൻ കാത്തിരിപ്പ് തുടർന്നു. മരണത്തിൻ്റെ മുന്നിൽ ശിമയോൻ കണ്ട ഏക ലക്ഷ്യവും അർത്ഥവും ദൈവകുമാരനെ കാണുക എന്നതാണ്. ഒരിക്കലും മടുക്കാത്ത കാത്തിരിപ്പിൻ്റെ ആത്മീയത ജീവിച്ച് ശിമയോൻ മടുക്കാതെ കാത്തിരിക്കേണ്ട സത്യമാണ് ക്രിസ്തു ജനനം എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെയും ജീവിതം സാർത്ഥകമാകുന്നത് നമുക്കായുള്ള ക്രിസ്തു അനുഭവം സാക്ഷാത്കരിക്കുകയും പൂർത്തിയാക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ്. അതാണ് നമ്മുടെ ആത്മീയ കാത്തിരിപ്പ്. 4. സമർപ്പണം. നീ ആരു തന്നെയായാലും ക്രിസ്തുവിൻ്റെതാണ് അഥവാ ക്രിസ്തുവിലൂടെ ദൈവത്തിൻ്റെതാണ് എന്നതാണ് സമർപ്പണ പൂർണ്ണത അഥവാ അതിൻ്റെ അർത്ഥം. നാമൊക്കെ ദൈവത്തിലേക്ക് സമർപ്പിക്കപ്പെട്ടവരാണ്, ദൈവപ്രവൃത്തിക്കായി നിയോഗിക്കപ്പെട്ടവരാണ്. നിന്റെ ജ്ഞാനസ്നാനത്തിൽ നിന്നെ എടുത്തു വാഴ്ത്തി ദൈവത്തിന് നൽകിയ പുരോഹിതനെ നീ ഓർക്കാറുണ്ടോ? നിനക്ക് ആദ്യ കുർബാന നൽകിയ പുരോഹിതനെ നീ ഓർക്കാറുണ്ടോ? നിനക്ക് വേദപാഠം പഠിപ്പിച്ചു തന്ന അധ്യാപകരെ നീ ഓർക്കാറുണ്ടോ? ഇതെല്ലാം നമ്മുടെ സമർപ്പണത്തിൻ്റെ അർത്ഥതലങ്ങളാണ്. നാം ക്രിസ്തുവിന് സമർപ്പിക്കപ്പെട്ടവരാണെന്ന ബോധ്യം നമ്മെ നയിക്കേണ്ടതുണ്ട്. നിനക്ക് വിശ്വാസം പകർന്നു തന്നവരെ നീ ഓർക്കുന്നത് നിന്റെ വിശ്വാസത്തെ നീ വർദ്ധിപ്പിക്കുന്നതിന്, ദൈവത്തിന് നന്ദി പറയുന്നതിന് തുല്യമാണ്. കാരണം നീ വിശ്വാസബോധ്യവും സമർപ്പണവും ഉള്ള വ്യക്തിയായി വളരേണ്ടതുണ്ട്. ഇതൊന്നും നിൻ്റേതല്ല, നീ ആർജിച്ചതുമല്ല, ദൈവം നിനക്ക് നൽകിയതാണ് എന്ന ബോധ്യത്തിൽ സ്വയം സമർപ്പിച്ചുകൊണ്ട് ദൈവ പദ്ധതിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരായി നമുക്ക് മാറാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ചായ്ച്ചിടുന്നു ആവിരൽ തുമ്പിനാൽ എണ്ണിത്തലോടിനി ആത്മാവിൻ നൊമ്പരം അകറ്റിടണേ എന്ന
ചായ്ച്ചിടുന്നു അനുഗ്രഹ